Hello, Assalamu alaikum all. Hope you all good. Depression journey part 3. Why I am doing this video? For whom I am doing this video? അതിനുള്ള ആൻസറാണ് ദിസ് പാർട്ട്. ഈ ഡിപ്രഷൻ ജേർണീൻ്റെ സീരിയസ്നെസ് പറയുകയാണെങ്കിൽ ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണമാണ് ഒരു ഉമ്മ അനുഭവിക്കുക ഈ പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി എന്ന് പറയും. എൻ്റെ മോളെ ഞാനിപ്പോൾ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ മോളെ ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞത് എനിക്ക് എൻ്റെ മോളെ വേണ്ട ഉമ്മ, എനിക്ക് പേടിയാണ്, എനിക്ക് അവളെ വേണ്ടാന്നാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് വേണ്ട, എൻ്റെ മോളുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് 7-ാം മാസത്തിൽ നഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ അവൾ എന്താണ് എനിക്ക് എന്നുള്ളതും എങ്ങനെയാണ് അവൾ എനിക്ക് കിട്ടിയെന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത്രയും വേദനയോടാണ് ഞാനത് സഫർ ചെയ്ത് ഒരു ഡിപ്രസ്ഡ് പേഴ്സൺ, ഒരു വുമൺ എന്തിലൂടെയാണ് ഫേസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആൾക്കാർ ബോധേഡാവേണ്ടതാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. നോട്ട് ഒരാൾ വന്ന് സങ്കടം പറയുമ്പോൾ, കരച്ചിൽ വരുമ്പോൾ അത് അവർ ഉണ്ടാക്കി പറയുന്നതാണ്, അല്ലെങ്കിൽ അവരെ അത് കണ്ടിട്ട് ലാഫ് ചെയ്യരുത്, നിനക്കെന്താണ് മാനസികമാണോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. വേറൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും പെയിനേറിയ സംഭവം മരണമാണെന്ന് പറയും. അതിന് തൊട്ട് താഴെയാണ് പ്രസവ വേദന എന്ന് പറയുന്നത്, ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെയാന്ന് പറയും. എത്രയോ എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദനയാണ് ഒരു ഉമ്മ സഹിക്കുന്നത് ഡെലിവറി സമയത്ത് എന്നെല്ലാം പറയും. അതുകൊണ്ടാണ് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്നെല്ലാം പറയുന്നത്. നോർമലല്ലേ, നിനക്ക് സുഖപ്രസവല്ലേ എന്ന് പറയുന്ന സമയത്ത് നീ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. ബട്ട് അതിനെക്കാട്ടിലും എനിക്ക് പെയിനായിട്ട് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉള്ളതിൽ ഇനി ഇതിനെക്കാട്ടിലും കൂടുതലൊരു പെയിൻ ഞാൻ സഹിക്കോ ഇല്ലയോ, എനിക്കത് എന്താ വരാന്നുള്ളത് എനിക്ക് പറയാൻ പറ്റൂല. വരെ ഞാൻ സഹിച്ചത് ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് ഡെലിവറി പെയിൻ അല്ല, ഞാൻ ഡിപ്രഷനിൽ അനുഭവിച്ച പെയിനാണ് ഏറ്റവും പെയിൻ. ഈ ഡെലിവറി സമയത്ത് ഞാനൊരു 5-6 മണിക്കൂർ ഞാൻ സഹിച്ച വേദനയെക്കാട്ടിലും എനിക്ക് ഉണ്ടാക്കിയ പെയിൻ എന്ന് പറയുന്നത് ഞാൻ 1.5 വർഷം സിവിയർ ഡിപ്രഷനിൽ പോയ സമയമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രക്കും ഞാൻ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ മരിച്ച് ജീവിക്കുക, അതിനൊരു എക്സാമ്പിളായിരുന്നു ഞാൻ. ജീവശവം പോലെയാണ് ഞാൻ ജീവിച്ചത്, ഒരു മെഷീൻ പോലെ, ഒരു വികാരവും ഇല്ലാണ്ട് ഒരു ആയുസ് മുഴുവൻ കരയേണ്ട കരച്ചിൽ ഞാൻ 1.5 വർഷത്തോളം ഞാൻ ഡെയിലി 24/7 കരഞ്ഞ ഡേയ്സ് ഉണ്ട്. പറഞ്ഞിട്ടുണ്ട് എന്തിനാ പഠിച്ചോനെ എനിക്ക് താങ്ങുന്നില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് എല്ലാ വേദനകൾക്കും ഈ ലോകത്തിൽ മരണമല്ലാതെ സൊല്യൂഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയില്ല, ഇത് മാറും. ഐ വാസ് തിങ്കിങ് ദാറ്റ് ദിസ് വാസ് പെർമനൻറ്റ്. എനിക്കൊരിക്കലും നല്ല ഉമ്മയാവാൻ കഴിയില്ല, എൻ്റെ മോളെ എനിക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. അത്രയും കുട്ടികളോട് എനിക്ക് മുന്നേ അത്രയും ഇഷ്ടമുണ്ടായ എൻ്റെ മോളെ എനിക്ക് അവളെ ഫീല് മനസ്സിലാവുന്നില്ല, അവളെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അതെല്ലാം ഒരു സീരിയസ് കണ്ടീഷനാണ്. ഇതൊക്കെ പേഴ്സണലായിട്ട് വെച്ചൂടെ, നിനക്ക് മാനസികമാണോ, നിനക്ക് വേറൊരു പണിയും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഐ നോ പേഴ്സണലി ഞാനും ഇത് വിചാരിച്ചിരുന്നു. പുറത്തറിയുന്നത് ഒരു പ്രശ്നമാണ് ഇത്, ഡിപ്രഷൻ ആൾക്കാർ എങ്ങനെ ഫേസ് ചെയ്യും, ആൾക്കാർ എന്ത് പറയും എന്നുള്ളതെല്ലാം എനിക്ക് പേഴ്സണലി ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ബട്ട് പാസ്റ്റിന് പാസ്റ്റായിട്ട് കണ്ടൂടെ, അതെന്തിനാ പിന്നെയും എടുത്ത് പറയുന്നതെന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇനി ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ആൾക്കാർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ്. ഞാനിത് പഠിച്ചിട്ടോ ഒന്നുമില്ല. ലൈക്ക് ഇതിന് പ്രൊഫഷണലി ഇതിനൊരു പാർട്ടുണ്ട്, സൈക്കാട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഓഫ് സൈക്കോളജി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫ് എന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ DM me ഡയറക്റ്റ്ലി. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഐ ക്യാൻ give you suggestions and my how I recovered this, എങ്ങനെ ഇത് ഗോയിങ് ത്രൂ ചെയ്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് ഞാൻ എടുത്ത് എങ്ങനെ ഇത് മാറാൻ ഞാൻ ഹെൽപ്പായി എന്നുള്ളതൊക്കെ ഐ വിൽ ഗൈഡ് യു. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഫിസിക്കൽ ഹെൽത്ത്. അത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ സീരിയസ്നെസ് അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ ഐ ടേക്ക് എൻ ഇനീഷ്യേറ്റീവ് ദാറ്റ് ഞാനിത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഇഷ്ടമായി. കാരണം എന്നെ കാണുന്ന ആൾക്കാർ എന്നോട് പറയുന്നത് നിനക്കൊരു പ്രശ്നമില്ല, അതല്ല നിൻ്റെ തോന്നലാണ്, ലൈക്ക് അത് നീ വരുത്തി വെക്കുന്നതാണ്, ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമുക്കുള്ള കറക്റ്റ് എന്താണ് ഇതിൻ്റെ മെഡിക്കലി എന്താണ് ഇതിൻ്റെ സീരിയസ്നെസ്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് ഡോക്ടർ ഓഫ് സൈക്കോളജിസ്റ്റ് can only help you.
കറക്റ്റ് അവർക്ക് മാത്രമേ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണ്. ഇതിനൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. അവർ ഇതിന് വർഷങ്ങളോളം ഇതിനെ പറ്റിയിട്ട് പഠിക്കുകയും അതൊക്കെ ചെയ്തതാണ്. നോട്ട് ലൈക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനോ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാനോ അതിൻ്റെ സജഷൻസ് അങ്ങനെ പറയുന്ന ആൾക്കാർ ഇത് നിങ്ങൾ കേൾക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മളെ കൂടുതൽ വീക്കാക്കുക ചെയ്യുള്ളൂ. ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ അത് സിവിയർ ആകുമ്പോൾ നല്ല പെയിന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ അപ്രോച്ച് ചെയ്യും. ഇറ്റ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ലൈക്ക് സെയിം വേ നമുക്കൊരു മെൻ്റലി ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കൽ പാർട്ടാണ്, ലൈക്ക് മെഡിക്കലി ഒരു നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് അത് ക്യൂർ ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പോയി അപ്രോച്ച് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ എത്ര കണക്ഷൻസ്, എത്ര ഫ്രണ്ട്സ്, എത്ര പാർട്ട്ണർ, അത്രയും സെക്വേർഡ് സേഫ്റ്റി, ലൈക്ക് അത്രയും നമുക്ക് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ പോലും ഐ ഹാവ് എൻ ഇഷ്യൂ. ലൈക്ക് എനിക്ക് ഒരാളോടും തുറന്ന് പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ദാറ്റ് ഐ വാസ് ഫിയറിങ് ഫ്രം ദ വെരി ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്. സോ ആ സംഭവം എനിക്ക് എൻ്റെ പാർട്ട്ണറെ ഞാൻ അത്രയും അനു എന്ന് പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണ് ഒരു പാർട്ട്ണർ വേണ്ടത്. ബട്ട് ഐ ഹാവ് എൻ ഇഷ്യൂ ദാറ്റ് ഐ കാൺ ഓപ്പൺ അപ്പ് ഈവൻ വിത്ത് മൈ പാർട്ട്ണർ. എനിക്കതെൻ്റെ പാരൻസിനോടോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ ആരോടും എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ലൈക്ക് അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഐ കൺസിഡർഡ് ദാറ്റ് ഐ വിൽ നോട്ട് ക്യൂർ ഫ്രം ദാറ്റ്. അത് ഒരിക്കലും അത് എന്നെ വിട്ട് പോവില്ല. ലൈക്ക് അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ ചെറുത് മുതലേ ഞാനത് എൻ്റെ മൈൻഡിൽ തന്നെ വെച്ച് അത് ബിഗ് പ്രോബ്ലമായി മാറി. ഈ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുന്ന പ്രശ്നം ബട്ട് പ്രഗ്നൻസിയിൽ അത് സിവിയറായി വന്നു. ഇത് മനസ്സിലായിട്ടില്ല, എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും അത് മനസ്സിലായില്ല അതിൻ്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത്. ഫസ്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് അത് സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അത് ഒരു കണ്ടീഷൻ ഉണ്ട് അതിന്, അതാണ് നീ അല്ല ചെയ്യുന്നത്, അത് നിൻ്റെ സർട്ടൈൻ ഹോർമോൺസ്, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല ആ തോട്ട് എന്ന് പറയുന്നത്. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിന്ന പോലെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആരെങ്കിലും ഇത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. സീക്ക് ഹെൽപ്പ്. നിങ്ങളുടെ കാര്യം ഒരാളോട് ഷെയർ ചെയ്തിട്ട് അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് പറയുമ്പോൾ അത് എപ്പോഴും അത് സേഫ് ആയിരിക്കും. ലൈക്ക് ദേ വിൽ നോട്ട് ഷെയർ വിത്ത് എനിബഡി. ദേ വിൽ ഗൈഡ് യു, ദേ വിൽ ഗിവ് ദ സപ്പോർട്ട്. സോ ടേക്ക് എൻ ആക്ഷൻ. ഇത് നിങ്ങൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പ്ലീസ് ഹെൽപ്പ് ദം. അവരെ ഭാഗത്തു നിന്നുള്ളത് കേൾക്കുക, അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ, വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.